ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 തവണയായിട്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചോറ് ചേർത്ത് കൊടുക്കണം. ചോറ് ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും 2 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 6-7 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതങ്ങ് അടച്ചു വെക്കാം. ഞാനിത് ഓവർനൈറ്റ് ആയിരുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം. അപ്പം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ചേർക്കാതെയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം. പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 തവി കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ദോശ പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ തയ്യാറാക്കിയ ബാറ്ററി ഇത്തിരി ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ തിക്കായിട്ട് വേണം ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഹോൾസ് വരുമ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിറയെ ഹോൾസായിട്ട് കാണാമല്ലോ അല്ലേ? നിറയെ ഹോൾസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്കിതങ്ങ് എടുത്തു വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വേറെയും കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. പക്കോടയുണ്ട്, ദോശയുണ്ട്, ഉപ്പുമാവുണ്ട്, അങ്ങനെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഈ അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് വറുത്തരച്ച മുട്ടക്കറിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവരും ഈ ഒരു അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്